2 ദിവസമായിട്ട് എന്നെ അലട്ടുന്ന ഒരു വാർത്തയാണ്. ഷാർജയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അതും തൻ്റെ കുഞ്ഞിനെയും കൊണ്ട്. തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾ ഈ ലോകത്ത് അവളുടെ കുഞ്ഞൊരിക്കലും സേഫ് അല്ലെന്നുള്ളതാണ്. അത്രത്തോളം അവൾക്ക് വെറുത്തിട്ടുണ്ടായിരിക്കും ഈ ചുറ്റുമുള്ള ആൾക്കാർ. അപ്പം അവളെ ആ അനുഭവത്തിലോട്ട് കൊണ്ടെത്തിച്ച ആ അനുഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്ക് എന്താണ് പോകാൻ? ഇപ്പം വിസ്മയ കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി. ആർക്ക് പോയി? അവളുടെ ഫാമിലിക്ക് പോയി. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ചുറ്റും നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ കാണുന്നുണ്ട്. എന്നിട്ടും എന്താ, ഈ മാതാപിതാക്കൾ ഒരു ആൺകുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ എങ്ങനെ ഒരു പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതും കൂടെ മനസ്സിലാക്കി കൊടുക്കണം. കാര്യം ഒരു പെൺകുട്ടി ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് ഒരു ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. അവളുടെ ഒരു ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോർമോണൽസ് കൊണ്ടുണ്ടാക്കി ഒരു നിമിഷത്തെ പാളിച്ച് മതി എല്ലാം അവസാനിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഈ പറയുന്ന നമുക്കാണെങ്കിൽ ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷെ നാളെ എനിക്ക് ഈ ഗതി വരാം, നിങ്ങൾക്ക് ഈ ഗതി വരാം, ആർക്കും വരാം. പക്ഷേ എനിക്ക് ഇന്നത്തെ പെൺകുട്ടികളോട് പറയാനുള്ളത്, വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല ജീവിതത്തിന്റെ എക്സ്ട്രീം. എല്ലാം വേണം. നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നല്ലെങ്കിൽ പോലും പതിയെ പതിയെ ഹീൽ ചെയ്ത് അതിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് ഇമോഷണലി നമ്മൾ തളരും, അത് ശരിയാണ്. പക്ഷെ നഷ്ടം നമ്മുടെ മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കും ഇല്ല. അവൻ നാളെ ഇറങ്ങിയിട്ട് സുഖമായിട്ട് വേറെ വിവാഹം കഴിക്കും.